ഛത്തീസ്ഗഡിലെ 2 മലയാളി സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്ത കാര്യം എല്ലാവരും അറിഞ്ഞല്ലോ അല്ലേ? അതായത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് മതപരിവർത്തനം പ്ലസ് അതിൻ്റെ കൂടെ തന്നെ ഹ്യൂമൻ ട്രാഫിക്കിംഗ്, അതായത് മനുഷ്യക്കടത്ത്, ഇത് രണ്ടുമാണ് അവർക്കെതിരെ എഴുതി ചേർത്തിട്ടുള്ള FIR. എന്താണ് നമ്മുടെ ബജ്രംഗതകൾ, എന്തോ ആ ചാണകങ്ങളാണ് ഇതിന് മുന്നിട്ടിറങ്ങിയത്. നമ്മുടെ BJPൻ്റെ സ്വന്തം മക്കളാണ്. അതിനുശേഷം നമ്മൾ പല പ്രതിഷേധങ്ങളൊക്കെ കണ്ടു കേരളത്തിൽ മാത്രമേ, കാരണം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ആ ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ആ ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ, നമ്മുടെ മതേതര കേരളത്തിൽ തന്നെ അതൊക്കെ ഉള്ളത്. അതല്ലാണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ മുസ്ലിമിനെയും ക്രിസ്ത്യാനിയും കെട്ടിട്ടിച്ച് പൂശിക്കൊണ്ടിരിക്കും ഈ പറഞ്ഞ സംഘീവാണങ്ങൾ, അത് വേറെ കാര്യം. അപ്പം അതിന് നമ്മുടെ നാട്ടിലെ കുറേ അച്ഛന്മാരിന്ന് വളരെ ശക്തമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. പിന്നെ കാസ അറിഞ്ഞിട്ടും കേട്ടിട്ടൊന്നുമില്ല, കാരണം കാസ ഇതെങ്ങാനും അറിഞ്ഞ് പ്രതിഷേധിച്ച് കഴിഞ്ഞാൽ കാസക്ക് പിന്നെ അണ്ണാക്കിലേക്ക് തള്ളിക്കൊടുക്കാൻ BJPൻ്റെ ഫണ്ടോ അതല്ലെങ്കിൽ സംഘിക്കുട്ടന്മാരുടെ ആസനം താങ്ങലോ ഇല്ല എന്നുള്ളത് കൊണ്ട് കാസ സംഭവങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ഇനി നമ്മുടെ യോഹന്നാൻ അച്ഛൻ പറഞ്ഞതാണ് ഏറ്റവും രസമായിട്ടുള്ളൊരു കാര്യം. എന്തിനാണ് പ്രതിഷേധിക്കുന്നത്? അടുത്ത പെരുന്നാളിന് ഡൽഹിയിൽ ഒന്നുകൂടെ വിളിച്ച് ആദരിച്ചാൽ പോരെ? മതി. കൂട്ടത്തിൽ നമുക്ക് ഈസ്റ്ററിനും ക്രിസ്മസിനും നമ്മുടെ കേരളത്തിൽ 1-2 കേക്കും കൂടെ കട്ട് ചെയ്താൽ പ്രശ്നം തീർന്ന്. പിന്നെ നിങ്ങൾ ഇങ്ങനെ ചാടി കളിക്കേണ്ട വല്ല കാര്യമുണ്ടോ? പുള്ളി ചോദിച്ചത് വളരെ സത്യമായിട്ടുള്ള കാര്യമില്ലേ? പുള്ളി എനിക്ക് തോന്നുന്നത് കാസനോടാണ് ചോദിച്ചത് ഡൗട്ടിട്ട്. ഏതാണെങ്കിലും സംഭവം കുഴപ്പമില്ല. ദീപിക ദിനപത്രം നിങ്ങൾക്കറിയാം, നമ്മുടെ ക്രൈസ്തവ പത്രമാണ്, അല്ലെങ്കിൽ ക്രൈസ്തവർക്ക് വേണ്ടി ശബ്ദിക്കുന്ന പത്രമാണ് ദീപിക. ദീപികയിൽ ഇന്ന് വന്നിട്ടുള്ള ഹെഡിങ് ഇങ്ങനെ തന്നെ ആയിരുന്നു: ന്യൂനപക്ഷങ്ങൾ കേരളത്തിൽ ഒഴികെ എല്ലായിടത്തും അരക്ഷിതാവസ്ഥയിലാണ് എന്നാണ് ദീപികയിൽ പറഞ്ഞിട്ടുള്ളത്. അതുമാത്രമല്ല, ദീപികയിൽ മറ്റൊരു കോട്ടം കൂടെ ഉണ്ടായിരുന്നു: യഥാർത്ഥത്തിൽ ബന്ദിയാക്കപ്പെട്ടത് നമ്മുടെ മതേതരത്വത്തിനാണെന്നും പറഞ്ഞിട്ട്. ഏതായാലും ദീപിക പറഞ്ഞത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. ചില സമയത്ത് ഇങ്ങനത്തെ സത്യങ്ങൾ മുഖത്തടിച്ച് പറഞ്ഞാലേ ആൾക്കാർക്ക് മനസ്സിലാവുകയുള്ളൂ. അതൊക്കെ നിൽക്കട്ടെ. ഏതാണെങ്കിലും ഈ ഒരു സംഭവത്തിനെ മെഴുകി വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ നമ്മുടെ പബ്ലിക് ക്ലോസറ്റിൻ്റെ സ്വന്തം മകൻ ഇന്ന് വന്നിട്ടുണ്ട്, രംഗത്ത് എത്തിയിട്ടുണ്ട്. ആ പറഞ്ഞ സംഭവങ്ങൾ ഭയങ്കര രസമാണ്. നമുക്ക് ആ മെഴുകലൊന്ന് കേൾക്കാം. ആരെയും പ്രീണിപ്പിക്കാനും ആരെയും വെറുപ്പിക്കാനും, അത് ഏത് സമുദായം എന്നല്ല, ആരെയും ഒരു സമുദായത്തെയും വെറുപ്പിക്കാനും പ്രീണിപ്പിക്കാനല്ല BJPയുടെ ഉദ്ദേശം. ഇവിടെ കേരളത്തിൽ ഇവിടുത്തെ ക്രൈസ്തവ സമുദായത്തെ പ്രീണിപ്പിക്കുവാനായിട്ട് എന്തെങ്കിലും BJP ഇതുവരെ ചെയ്തിട്ടുണ്ടോ? ഇല്ല. BJPയുടെ നിലപാടിൽ ആകൃഷ്ടരായ ക്രൈസ്തവ സമൂഹം BJPയിലേക്ക് വരുന്നതിൽ കോൺഗ്രസും CPM ആകരുത് കാണിച്ചിട്ട് കാര്യമില്ല. അത് കറക്റ്റാണ്. BJPയുടെ പ്രസ്ഥാനത്തിനോട് ഇഷ്ടപ്പെട്ടിട്ടല്ലടാ. നിനക്കും നിന്റെ അപ്പനും ഒന്നും ഇവിടെ ഒന്നും അതായത് സ്ഥാനമാനങ്ങളൊന്നും കിട്ടുന്നില്ല, അതിനുള്ള ക്വാളിറ്റി ഒന്നുമില്ല. വായിക്കൂടെ എപ്പോഴും തിട്ട വർത്താനങ്ങൾ മാത്രമേ നിന്റെ അപ്പനും കൂട്ടത്തിൽ നീയും താങ്ങാറുള്ളൂ എന്നുള്ളത് കൊണ്ട് നിന്നെയും നിന്റെ അപ്പനെയും ഇവിടെ പ്രത്യേകിച്ച് ആരും ഗൗനിച്ചില്ല. അതോടുകൂടിയിട്ട് ഈ പട്ടി മറ്റേ എല്ലും കണ്ട പോലെ നിങ്ങൾ അങ്ങോട്ട് ചാടി, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് BJPയിൽ ആകൃഷ്ടരായിട്ട് ചാടിയതല്ല നീയും നിന്റെ അപ്പനും എല്ലാവർക്കും വരാം. പിന്നെ ഈ നാട്ടിലെ മറ്റ് ക്രിസംഗികളും അവിടെ അങ്ങോട്ട് കിട്ടി ഒലത്തി കൊടുത്തിട്ടല്ല എന്നുള്ളത് നമുക്കറിയാം. പിന്നെ ക്രിസ്മസിനൊരു കേക്ക് കിട്ടും, അത് വേണേൽ നിങ്ങൾ കട്ട് ചെയ്ത് കഴിച്ചോ. അതിലിപ്പോൾ നമ്മൾ BJPനെ കുറ്റം പറയാനൊന്നുമില്ല. ബാക്കി എല്ലാ സ്ഥലത്തും അടി മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ സത്യം. കഴിഞ്ഞിട്ടില്ല, അടുത്ത മെഴുകിൽ വരട്ടെ. കാരണം ഞങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളിലേക്ക് ആളുകൾ വരുന്നു എന്ന് തീരുമാനിച്ചാൽ അല്ലെങ്കിൽ ആലോചിച്ചാൽ അതിന് കൃത്യമായ പൊളിറ്റിക്കൽ റീസൺസ് ഉണ്ട്. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ചിന്ത എങ്ങനെയെങ്കിലും നോർത്ത് ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകണമെന്നാണ്. നോർത്ത് ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. കാരണം എന്താണ്? സംഭവം അറിയാണ്ട് വിട്ടുപോയതാണ്, വായിക്കൂടെ വന്നു പോയതാണ്. കേരളത്തിലെ നേതാക്കൾ നോർത്ത് ഇന്ത്യയിൽ പ്രശ്നം വരുന്ന പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. കാരണം കേരളത്തിൽ പ്രശ്നം വരുന്നില്ലേ? കാരണം കേരളത്തിൽ അങ്ങ് സുരേഷ് ഗോപി ഒരു സ്ഥലത്ത് ചാണട്ട്, അത് തൃശ്ശൂരുകാർ ചെറുതായിട്ടും ചാണത്തെ ചോട്ടി എന്നല്ലാണ്ട് ഈ കേരളത്തിൽ എവിടെ ഈ ചാണകത്തിന് അടുപ്പിക്കാത്തത് കൊണ്ട് കേരളത്തിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ വരുന്നില്ല എന്ന്. ഈ ചാണകം തീണ്ടി തേമ്പി നടക്കുന്ന മറ്റ് നോർത്ത് ഇന്ത്യയിലുള്ള ഛത്തീസ്ഗഡ് പോലത്തെ നിന്റെ പാർട്ടി ഭരിക്കുന്ന സ്ഥലത്ത് മാത്രമേ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഈ പറഞ്ഞ പോലെ അടിയും തൊഴിലും പിടിയും ഈ പറഞ്ഞ പോലെ അറസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് നോർത്ത് ഇന്ത്യയിലോട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നിന്റെ വായിക്കൂടെ തന്നെ അത് വീണത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. അടുത്ത് കേൾക്കുക. ഏകപക്ഷീയമായി എവിടെയെങ്കിലുമൊക്കെ എന്തൊക്കെയിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ നമുക്കറിയാം, ഇതൊന്നും ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്സ് ഒന്നും അല്ല ഈ ഇത്ര ഇഷ്യൂസ് ഉണ്ടാക്കുന്നത്. ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്സ് അല്ല ഈ മതപരിവർത്തനത്തിന്. ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, സഭയെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ക്രൈസ്തവ വിശ്വാസിയാണ്. സഭയെ സംബന്ധിച്ചിടത്തോളം 1964 റോമൻ സബ്മിറ്റ്, ആ റോമൻ സബ്മിറ്റിൽ അതിന്ന് എടുത്ത് വായിച്ചു നോക്കിയാൽ എല്ലാവർക്കും ബോധ്യപ്പെടും, നിർബന്ധിത മതപരിവർത്തനത്തിന് ക്രൈസ്തവ സഭ എതിരാണ്. ക്രൈസ്തവ സഭ അത് സഭയ്ക്കുള്ളിൽ നിരോധിച്ചിട്ടുള്ള കാര്യമാണ്. എൻ്റെ പൊന്നുകളെ, അപ്പം നീ പറഞ്ഞു വരുന്നത് എന്താണ്? അവിടെ നിർബന്ധിത മതപരിവർത്തനം നടന്നു എന്നാണോ?
നീ ശരിക്കും പബ്ലിക് ക്ലോസറ്റിന്റെ സെയിം അച്ചട്ട് പകർപ്പായിട്ട് വരുന്നിട്ടുണ്ടോ? അത് ഭയങ്കര രസമായിട്ടുണ്ട്. അപ്പം എല്ലാവരും കേട്ടല്ലോ, കത്തോലിക്കര് കേട്ടല്ലോ, കത്തോലിക്ക സിസ്റ്റേഴ്സിനാണ് പിടിച്ചിട്ടുള്ളത്. ഓൻ പറഞ്ഞ കണക്കിൽ ഇതൊക്കെ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള, ഓർഗനൈസ്ഡ് അല്ലാത്ത ഏതൊക്കെയോ ആൾക്കാരെ നടത്തുന്ന മതപരിവർത്തനം കാര്യങ്ങളാണ്, അതിലൊന്നും വലിയ കാര്യം കൊടുക്കണ്ട എന്നാണ് ആദ്യം നമ്മുടെ ഷോൺ കുട്ടൻ പറഞ്ഞു വന്നത് കേട്ടോ. ഇങ്ങനെ സംഭവങ്ങളൊക്കെ നോക്കും, അവിടെ അത്ര ഓർഗനൈസ്ഡ് അല്ല, അവരെന്തെങ്കിലുമൊക്കെ ചെയ്യും, അവരൊക്കെ ചെയ്തു പോട്ടെ, ഞാൻ ഒരു സത്യവിശ്വാസി ആയതുകൊണ്ട് ഞാനിതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് മെഴുകിത്തോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അക്കിടി മനസ്സിലായത്, അല്ല ഞാനിപ്പോൾ പറഞ്ഞത് എനിക്ക് തന്നെ എതിരല്ലേ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാർ അറസ്റ്റ് ചെയ്ത് റെഡി ആണെന്നല്ലേ എന്നുള്ള തോന്നൽ പെട്ടെന്ന് നമ്മുടെ ഷോൺകുട്ടൻ്റെ ബുദ്ധിയിൽ തെളിഞ്ഞു. ഷോൺകുട്ടൻ പ്ലേറ്റ് മറച്ചിടുന്നുണ്ട്. അത് അപ്പോൾ അത് സഭയുടെ അജണ്ടയല്ല. ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടോ? ഇതൊന്നും ക്രൈസ്തവ സഭയെ സംബന്ധിക്കുന്ന വിഷയങ്ങളല്ല. എന്നാൽ സഭാ മിഷണറിമാർക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യം എല്ലായിടത്തും ഉണ്ടാകണം. അത് സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം ഓൾ ഇന്ത്യ ലെവലിൽ എവിടെയൊക്കെ ഉണ്ടോ, ഈ മതപരിവർത്തനം ഒഴിച്ചു നിർത്തിയാൽ സഭയ്ക്കുള്ള പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നടന്നിട്ടുള്ളൊരു കാര്യം, സിസ്റ്റർമാരുടെ വിഷയത്തിൽ കേട്ടല്ലോ ക്രിസ്ത്യാനികളെ, ഇവൻ അച്ചട്ടി വന്ന് പറഞ്ഞത് ഏച്ചൂട്ടി വന്ന് പറഞ്ഞ് മനസ്സിലായല്ലോ. അതായത് ഈ പറഞ്ഞ നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ പറഞ്ഞ നിങ്ങളുടെ ക്രിസ്ത്യാനി അച്ഛന്മാരും പാസ്റ്റർമാരും അതല്ലെങ്കിൽ ഈ കന്യാസ്ത്രീകളൊക്കെ പോയിട്ട് മതപരിവർത്തനം നടത്തുന്നുണ്ട്. ഞങ്ങൾ അതിന് സപ്പോർട്ട് ചെയ്യുന്നില്ല, ആരൊക്കെ നടത്തുന്നുണ്ട്. അതിനല്ലാത്ത രീതിയിൽ ഞങ്ങൾക്ക് അവിടുത്തെ മിഷനറി പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് അവിടെ വേണം, അതിന് ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ നോക്കുന്നുണ്ട് എന്ന് വളഞ്ഞൊന്ന് മൂക്ക് പിടിച്ചു. അതായത് BJPയുടെ RSSന്റെ അജണ്ട ഇവൻ്റെയൊക്കെ വായിക്കൂടെ വന്നു തുടങ്ങി കറക്റ്റായിട്ട്. അതായത് ചാണകം ചവിട്ടി ചാണകം തിന്നു കഴിഞ്ഞാൽ ആ ഒരു ടെൻഡൻസി കാണിക്കും, അത് ഏത് കാലത്താണെങ്കിലും. അത് വ്യക്തമായി പറയുകയും ചെയ്തു. ഇപ്പോഴും പറഞ്ഞ സംഭവത്തിൻ്റെ അക്കിടി മനസ്സിലാവും. ഇനിയാണ് പ്രതികരിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നടന്നിട്ടുള്ളൊരു കാര്യം, സിസ്റ്റർമാരുടെ വിഷയത്തിൽ അവിടെ ഒരു വലിയ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു പോലീസിൻ്റെ ഭാഗത്ത്. കാരണം അവിടെ വലിയ രീതിയിൽ ഹ്യൂമൻ ട്രാഫിക്കിങ്ങും അതുപോലെ ഈ മതപരിവർത്തനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അതുപോലെ ഈ മാവോയിസ്റ്റ് ഇഷ്യൂസ് ഭയങ്കരമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാതെ ഒരാൾ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ വന്നപ്പോൾ അയാളെ ചോദ്യം ചെയ്ത് തുടങ്ങിയൊരു വിഷയമാണ് ഇങ്ങനൊരു ഹ്യൂമൻ ട്രാഫിക്കിങ്ങിൽ വരെ എത്തിയത്. അപ്പോൾ ആ സാഹചര്യം അത് സത്യസന്ധമല്ല, അല്ലെങ്കിൽ ആ വിഷയം, ആ കേസ് തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായതാണ് എന്ന് ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് വിശ്വാസം. കാരണം ഇന്നലെ ആ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ എത്തി നേരിട്ട് മൊഴി കൊടുത്തു. അപ്പോൾ അവരുടെ മൊഴിയിൽ അവരുടെ സമ്മതത്തോടു കൂടിയും ഈ കുട്ടികളുടെ സമ്മതത്തോടു കൂടിയും തന്നെയാണ് അവരവിടെ വന്നതെന്നും അവർ ജോലിക്ക് വേണ്ടിയാണ് കൊണ്ടുപോയതെന്നും ഇവരെ സഹായിക്കാൻ വേണ്ടി അവർക്ക് ജോലി മേടിച്ചു കൊടുത്തത് സിസ്റ്റർമാരാണെന്നും ആ സിസ്റ്റർമാരെ പുറത്തു വിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവരവിടെ ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. എൻ്റെ പരമ പൊട്ട, ഇത് ഇന്നലെ കറക്റ്റായിട്ട് ഈ റെയിൽവേ പോലീസ് ഇത് പിടിച്ച സമയത്ത് തന്നെ ഈ പിള്ളേർ പറഞ്ഞിട്ടില്ലേ, ഞങ്ങൾ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന് കൊണ്ടുപോയതല്ല, ഞങ്ങളെ വീട്ടിൽ നല്ല സമ്മതത്തോട് കൊണ്ടുപോയതാണ്. ആ സിസ്റ്റേഴ്സ് അവിടുന്ന് പറഞ്ഞില്ലേ, ഒരു കോൾ ചെയ്താൽ പോരെ അവരെ വീട്ടിലോട്ട്. അത് കൺഫേം ആയ പിന്നെ FIR ഇടേണ്ട വല്ല കാര്യമുണ്ടോ? ഇനി മെഴുകിയിട്ട് വല്ല കാര്യമുണ്ടോ ഷോണപ്പാ? എൻ്റെ പൊന്നു ഷോണ, നീ ഒരു കാര്യം ആലോചിച്ച് നോക്കണം. നീ ഇപ്പോൾ കിടന്ന് മെഴുകുന്നുണ്ടല്ലോ, ഇന്നലെ ചെയ്ത് തീർക്കേണ്ട കാര്യം FIR ഇട്ട് ഇതൊരു ജുഡീഷ്യൽ സ്റ്റേറ്റിലോട്ട് മാറ്റിയത് അവിടുത്തെ നിന്റെ ചാണക പോലീസ് തന്നെയാണ്. നിന്റെ ചാണകം ഭരിക്കുന്ന നാട്ടിലെ ചാണക പോലീസ് തന്നെയാണ് ചെയ്തത്. അത് ചെയ്യിപ്പിച്ചത് ബജരംഗദള. ഈ രണ്ടും ഏത് കൂട്ടത്തിൽപ്പെട്ടതാണ്? നീയോ അതേ കൂട്ടത്തിൽപ്പെട്ടാണ്. നിനക്ക് ആസനം താങ്ങണം. അപ്പം നീ മെഴുകുമ്പം കുറച്ച് ചിന്തിക്കണം. ആൾക്കാർ ഈ ചോറ് തിന്നുന്നമാർക്കൊക്കെ കാര്യം മനസ്സിലാവില്ല ചങ്ങായി. സംശയാസ്പദമായിട്ടുള്ള സാഹചര്യത്തിൽ ഒരു ഇതും ഇല്ലാണ്ട് അവർക്ക് പോലും ബോധമില്ലാണ്ടത് പിടിച്ചു കൊണ്ടുപോയതൊന്നും അല്ലല്ലോ. ബോധവും വിവരവും കാര്യമൊക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ് അവർ. അപ്പം നിന്റെ വായിന്ന് വീണത് അബദ്ധമാണെന്ന് നീക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഏറെക്കുറെയൊക്കെ കാര്യങ്ങൾ ബോധ്യപ്പെടും. പക്ഷേ ഇവിടെ നമുക്കൊരു ചെറിയ പ്രതിസന്ധി ഉള്ളത്, ഇതൊരു ജുഡീഷ്യൽ പ്രോസസ്സിലേക്ക് പോയി കഴിഞ്ഞു. അപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണെങ്കിൽ നമുക്ക് ഗവൺമെൻറ്റിന് പെട്ടെന്ന് ഇടപെടാൻ കഴിയും. പക്ഷേ ഇതിനകത്തായുള്ള പ്രശ്നം, ഇവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ആ റിമാൻഡ് കാലാവധിക്ക് മുമ്പ് ഇവിടെ ഇനി ജാമ്യാപേക്ഷ നൽകണം. ആ ജാമ്യാപേക്ഷയിൽ ഈ റെയിൽവേ പോലീസ് നൽകുന്ന അഡീഷണൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ജാമ്യം കിട്ടും. അത് ജുഡീഷ്യറിയുടെ തീരുമാനമാണ്. എങ്കിൽ പോലും ഇവർക്ക് ഈ വിഷയത്തിൽ ജാമ്യം ലഭിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കേരളത്തിൽ ഇപ്പോൾ CPM-ഉം കോൺഗ്രസും നടത്തുന്ന ഇപ്പോൾ ഒരു വർഗീയ മുന വെച്ചുകൊണ്ടുള്ള പ്രചാരണമുണ്ടല്ലോ. ഈ പ്രചാരണം ഒരുപക്ഷെ ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതൊരുപക്ഷെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഭാവിയിൽ അറിയാം. പക്ഷേ അവർക്ക് നൽകുന്ന ഒരു മറുപടി എന്താണ്? പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള പ്രചാരണത്തിൽ ചില ക്രിസ്ത്യൻ വിശ്വാസികളെങ്കിലും ഒരു ന്യൂനപക്ഷ വേട്ട എന്നുള്ള രീതിയിലേക്ക് അവരുടെ മനം മാറിയിട്ടുണ്ടെങ്കിൽ എന്താണ് അവരോട് പറയാനുള്ളൊരു മറുപടി? ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സാണ് കേരളം.
ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെയുള്ള പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പം കേരളമാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഇവിടുത്തെ സഭയും സഭാപിതാക്കന്മാർക്കും ഈ വിഷയത്തിൽ BJP നടത്തിയ ഇടപെടൽ എന്താണ്, രാജീവ് ചന്ദ്രശേഖർ നടത്തിയ ഇടപെടൽ എന്താണ്? രാജീവ് ചന്ദ്രശേഖരൻ നടത്തിയ ഇടപെടൽ കണ്ടിരുന്നു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ്. എന്നിട്ട് ആ പോസ്റ്റ് വീണ്ടും കട്ട് ചെയ്തിട്ട് നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസിലും കൂടെ ഒരു ഓൺലൈൻ പത്രത്തിലും കൂടെ ഒരു കട്ടൗട്ട് കണ്ടിരുന്നു. അത് പിന്നെ ഏഷ്യാനെറ്റും രാജീവ് ചന്ദ്രശേഖരും കുണ്ടിയാന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വരാം. പിന്നെ ഏതായാലും ഒരു പോസ്റ്റ് ഇട്ട് ഒരു സഹായം കാണിച്ചല്ലോ രാജീവ് ചന്ദ്രശേഖരൻ, ഭയങ്കരമായി പോയി. അതുകൊണ്ടായിരിക്കും റിമാൻഡിലായിട്ട് ഇപ്പോൾ അവരവിടെ ജയിലിൽ കിടക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, ഇതൊക്കെ കൃത്യമായ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ കുടുംബത്തിന്, അവിടുത്തെ സിസ്റ്റേഴ്സിനും അവരുടെ കോൺഗ്രിഗേഷന്, അവിടുത്തെ വൈദികർ, അതുപോലെ ഇവിടെയുള്ള ആ സിസ്റ്റർമാരുടെ കുടുംബം, ഇവരെ എല്ലാം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ബോധ്യപ്പെട്ട സിസ്റ്റർമാരുടെ അല്ലെങ്കിൽ ആ സിസ്റ്ററിന്റെ ഒരു അനിയത്തി പറഞ്ഞ ചെറിയ കോട്ടം കൂടെ ഉണ്ട്. ബോധ്യപ്പെട്ടോ പെട്ടില്ല നീ കോട്ട കേൾക്കും മനസ്സിലാവും. കേട്ടു നൈറ്റിൽ നമ്മൾ വിളിച്ചായിരുന്നു, അവിടെ പ്രോവിൻസിലായിട്ട് അവിടെ ബന്ധപ്പെട്ടിട്ടുണ്ട്. സിസ്റ്റർ നിത്യ അവിടെ എത്തിയിട്ടുണ്ട് 6 കൂടി. സിസ്റ്റിനെ MP വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. MP ഇന്ന് ഡൽഹിയിലുണ്ടെന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവിടേക്ക് കണക്ട് ചെയ്തോളൂ, കാര്യങ്ങൾ ചെയ്തു തരാന്നുള്ള രീതിയിലാണ് ഇന്നലെ നൈറ്റ് നമ്മൾ വിളിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ മഠത്തിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും വിളിച്ച് സംസാരിക്കും? നമ്മൾ വിളിച്ച് അപ്പോൾ ഒരു ഇൻഫർമേഷൻ തരുന്നുണ്ട്. ഇവിടുന്ന് പ്രൊവിൻഷ്യൽ ഓൾറെഡി തലവലപ്പറമ്പിലായിരുന്നു, ഇവിടുന്ന് പോയപ്പോൾ തുടങ്ങി നമ്മൾ കണക്ട് ചെയ്ത് കേട്ടല്ലോ. അവിടെ അറസ്റ്റിലായ സിസ്റ്ററിന്റെ സഹോദരിയാണ് ഈ പറഞ്ഞത്. അപ്പം വീട്ടുകാർക്ക് ബോധ്യപ്പെട്ടെന്നുള്ളതും എൻ്റെ ഷോൺകുട്ട ബാക്കിയുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇത് രാവിലെ വാർത്ത വന്നിരുന്നു. ചെയ്യാനാകാതെ ഇവിടെ നിന്ന് ആരോപണം പറയുന്ന ഇവരാണോ, അതോ എന്തെങ്കിലും ഇത്തരത്തിൽ ഇഷ്യൂസ് ഉണ്ടായാൽ മണിക്കൂറുകൾക്ക് തന്നെ അവിടെ ഇടപെടാൻ കഴിയുന്ന BJP ആണോ നാളെയുടെ ആവശ്യമെന്ന് ഇവിടുത്തെ ഒരു തലമുറയ്ക്കും സമൂഹത്തിനും ബോധ്യമുണ്ട്. മാത്രമല്ല ഈ എലിയെ പേടിച്ച് ഇല്ലം തൊടുന്ന സാഹചര്യമല്ല ഇവിടെ. കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ സാമൂഹിക അവസ്ഥയിൽ ഇവിടെ ഇടത് വലത് മുന്നിൽ നടത്തുന്ന വലിയ പ്രീണന രാഷ്ട്രീയത്തെ വലിയ അസ്വസ്ഥതയോടുകൂടി കാണുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട്. അതിനെ മറയ്ക്കാൻ, അതിനെ ഒളിച്ചു വെക്കുവാൻ നിന്റെ വായത് ഇത് വികും എന്ന് എനിക്ക് അറിയായിരുന്നു. കേട്ടല്ലോ നിങ്ങൾ. അതായത് ഇവിടുന്ന് ഇങ്ങനെ പ്രതിഷേധിക്കാൻ മാത്രമേ ഈ ഇടത് വലത് മുന്നണികൾക്ക് അറിയത്തുള്ളൂ, അവിടെ BJP ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യും എന്നാണ് പറഞ്ഞത്. അത് അവൻ്റെ വായിന്ന് നാം വീണ്ടും പറഞ്ഞിട്ട് അറിയാണ്ട് വീണ് പോയതാണ്. കാരണം എന്താണെന്ന് പറയും, ഇവിടെ കിടന്നിട്ട് നമുക്കിവിടെ ഒന്നുമില്ല. ഇവിടെ നമുക്ക് ഈ എന്താ പറയുക, ഏത് മതക്കാരെയും നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കൊണ്ട് ചാടിക്കാറില്ല. കാരണം ഇവിടെ നമ്മൾ BJPനെ കാല് കുത്തിച്ചിട്ടില്ല. പക്ഷെ അവിടെ അങ്ങനെയല്ല. അവിടെ അറസ്റ്റ് ചെയ്യാനും BJP അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അക്കിടി പറ്റിയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ റിലീസ് ചെയ്യാനും BJP തന്നെ വരണമല്ലോ. എന്നിട്ട് ആ പേരിൽ മറ്റേ എന്താ പറയുക വോട്ട് പിടിക്കാൻ നാണമുണ്ടോടാ? ഈ നാടിൻ്റെ അവസ്ഥ, ഈ നാട്ടിലെ സമാധാനം എത്രയെന്ന് ഇപ്പോൾ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ നാട്ടിൽ ഇങ്ങനത്തെ വല്ല കേസുകളും വരാറുണ്ടോ? ഒന്ന് ചിന്തിച്ചാൽ പോരെ ഷോണ? നിനക്ക് എന്ത് വിവരക്കേടൊക്കെ നീ വിളിച്ചു വരുന്നു ഷോണ? നമുക്കറിയാം, നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അറിയാമല്ലോ. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഒരാൾ ജമാഅത്തെ ഇസ്ലാമിയുടെ, അതായത് മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ മേടിച്ചപ്പോൾ മറ്റേയാൾ തീവ്രവാദിയായ PDPയുടെ പിന്തുണ വാങ്ങിച്ചു. ഇതിനെയൊക്കെ ജനത്തിന് മുമ്പിൽ മറച്ചു പിടിക്കാൻ ഇത്തരം നോർത്ത് ഇന്ത്യൻ ഇഷ്യൂസ് ഇവർക്ക് ആവശ്യമാണ്. അത് മാത്രമാണ് ലക്ഷ്യം. കാരണം കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് എന്നിട്ട് എന്തായി? ഈ നിങ്ങൾ പറഞ്ഞ 2 തീവ്രവാദി പാർട്ടികളും പിടിച്ചിട്ട് നിങ്ങൾ 3-ാം സ്ഥാനത്ത് കുത്തിയിരുന്നു. അതെന്തേ? ഇവിടുത്തെ ജനങ്ങൾക്ക് എന്തേ അവർക്ക് തീവ്രവാദി പാർട്ടിയാന്ന് തോന്നില്ലേ? എൻ്റെ പൊന്നെ, ഈ വിഷയത്തിൽ നീ എന്തിനാടാ ജമാഅത്തിനെയും PDPനെയും ഒക്കെ ഉൾപ്പെടുത്തുന്നത്? നിനക്ക് ഇവിടെ കൊത്തിത്തിരിപ്പുണ്ടാക്കാൻ വേറെ എന്തൊക്കെ പരിപാടികളുണ്ട്. ഇതിൻ്റെ ഇടക്ക് സ്വയം ചീഞ്ഞളിഞ്ഞ് എന്നുള്ളത് അങ്ങ് സമ്മതിച്ചാൽ പോരെ? ഇത്ര ബോധക്കേടാണോ നിനക്കൊക്കെ? എന്ന് ബാക്കി എന്താ നീ പറയണം കൂടെ? ഇവർ നടത്തുന്ന രാജ്യവിരുദ്ധ വർഗീയ ശക്തികളോടുള്ള പ്രീണന നയം മറച്ചു പിടിക്കാൻ നോർത്ത് ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഇത്തരം സംഭവങ്ങളെ പർവ്വതീകരിക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെയും CPMന്റെ അജണ്ടയാണ്. ഇപ്പോൾ നമുക്കറിയാം ട്രെയിനിലുണ്ടായ ഒരു അപകടത്തെ തുടർന്ന് അതിന് പറയാൻ അജണ്ട എന്നല്ല. നോർത്ത് ഇന്ത്യയിൽ മാത്രമേ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുള്ളൂ. നമ്മുടെ കേരളത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് പ്രശ്നം വരുന്നത്. കാരണം എന്താ? കേരളത്തിൽ ചാണകങ്ങളെ അടുപ്പിച്ചിട്ടില്ല. പശുമ്പനെ നമ്മൾ അടുപ്പിക്കാത്തത് കൊണ്ട്, ചാണകം ഇവിടെ വീഴാത്തത് കൊണ്ടും, ഇവിടെ ആരും ചാണകത്തിൽ ചവിട്ടാത്തത് കൊണ്ടും, ചവിട്ടിയ ചാണകമുള്ള നോർത്ത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഈ പ്രശ്നം ഉണ്ടാവുന്നുള്ളൂ. അപ്പം നമുക്ക് അതല്ലേ എടുത്ത് കാണിക്കാൻ പറ്റുള്ളൂ ഷോടാ. അതായത് ഒരു സംഘടനയെ തുടർന്ന് മരിച്ച ഒരാൾക്ക് സാമ്പത്തിക സഹായം പ്രഖ്യാപിക്കാനും അത് നേരിട്ട് നൽകാനും മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറായിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സംഭവങ്ങളിൽ. ഇപ്പോൾ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഏതെങ്കിലും തരത്തിൽ ഇടപെട്ടിട്ടുണ്ടോ? എന്താണ് അറിവ് ഇത് സംബന്ധിച്ച്? മുഖ്യമന്ത്രി അടക്കം എന്ത് നടപടി സ്വീകരിച്ചു? ഇല്ല, BJP ഒരു പ്രതിനിധി സംഘത്തെ തന്നെ അവിടെ അയച്ചിട്ടുണ്ട്. ഞങ്ങൾ 2 ദിവസമായി, ഏറെക്കുറെ ഒരു 60 മണിക്കൂറായി ഞങ്ങളെല്ലാം ഫുൾ ടൈം ഓൺലൈനിലാണ്, ഫുൾ ടൈം ഇതിൻ്റെ പുറത്താണ്. ഇന്ന് രാവിലെ മുഖ്യമന്ത്രി ഒരു കത്തയച്ചതല്ലാതെ ഇവിടുന്ന് അങ്ങനെ ഒരു മന്ത്രി അങ്ങോട്ട് അയക്കാൻ പറ്റേ? 2 സിസ്റ്റർമാർ അവിടെ പോയി ഒരു പ്രോട്ടോകോൾ അനുസരിച്ച് ഒരു മന്ത്രി എന്ന കാര്യങ്ങൾ ഇടപെടാമല്ലോ. ഇവരാരും ഒന്നും ചെയ്തില്ല.
കോൺഗ്രസ് എന്തെങ്കിലും പാർലമെന്റിൽ ചെന്നു അങ്ങോട്ടേക്ക് ഒരു ചേരില്ല. എന്ത് ഊളത്തരൊക്കെ ഇടൊന്നും പറയണേ. ഇന്നലെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു മന്ത്രിനെ അങ്ങോട്ട് അയക്കാനോ? അങ്ങ് വല്ല തലയുണ്ടോ ചെങ്ങായി? കുറച്ചെങ്കിലും ബോധമാണ്. തുടക്കത്തിൽ നീ എന്നെ ഒരു ചാമ്പല് ചാമ്പി. ഇത് ജുഡീഷ്യലിലോട്ട് ചേഞ്ച് ആയി. ഇനിയിപ്പോൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ആരും വിളിച്ചു പറഞ്ഞ് ജനപ്രതിനിധികളോ ബാക്കിയുള്ള ആൾക്കാരോ അല്ലെങ്കിൽ മന്ത്രിതല തലത്തിലോ ഒന്നും ചെയ്യാൻ പാടില്ല. നീയല്ലേ കുറച്ച് മുമ്പ് കൊണച്ചത്? എന്നിട്ട് നീ ഇപ്പം പറയണം ഇവിടുന്ന് മന്ത്രിനെ വിട്ട് പ്രോട്ടോകോൾ. അതാണോ പ്രോട്ടോകോൾ? നീ ആരെയും പറ്റിക്കുന്നത്? ഈ സംഘി കുഞ്ഞുങ്ങൾ നീ എന്ത് പറഞ്ഞാലും അതൊക്കെ പ്രോട്ടോകോളാണെന്നും വിശ്വസിച്ച് ബബ്ബ അടിച്ച് കേട്ട് ചിരിച്ച് ലൈക്ക് അടിച്ച് കമന്റ് ഇടും. സത്യാവസ്ഥ അതല്ലല്ലോ. പിന്നെ എന്തിനാ അങ്ങനെ വിവരക്കേട് പറയുന്നത്? കോൺഗ്രസ് പ്രതിനിധി സംഘത്തിനെ അയച്ച് ഇവർക്ക് നീതി ലഭ്യമാക്കാൻ പറ്റുന്ന നിയമസഹായം ചെയ്യാമല്ലോ. ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഇങ്ങനെ ഞാൻ ഇന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ സഹായം ചെയ്യാമല്ലോ. എന്റെ വാണമേ, നിന്നോടൊക്കെ എന്ത് പറയാനാടാ? പാർലമെന്റിലല്ലേ ഇത് ഉന്നയിക്കേണ്ടത് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ. അതല്ലാണ്ട് നീ പറഞ്ഞ പോലെ ഞാൻ അവിടെ കോൺഗ്രസിന്റെ ഒരാളങ്ങനെ ചെന്നുകൊണ്ട് വല്ല കാര്യമുണ്ടോ? നിന്റെ പ്രതിനിധി സംഘടനകൾ അല്ലെ നിന്റെ പ്രതിനിധി സംഘം മൊത്തം അവിടെ എത്തി പ്രധാനമന്ത്രിക്ക് എന്തൊരു കോൾ ചെയ്താൽ പോരെ? എന്നാൽ ഇങ്ങനെ അബദ്ധം പറ്റിയത് അല്ലെങ്കിൽ വലിയൊരു അബദ്ധം തന്നെയാണ് പറ്റിയത്. ഇത്ര ആൾക്കാർ പ്രതിരോധിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രതികരിക്കുന്നുണ്ട്, എന്തേ നടക്കുന്നില്ല? എല്ലാ വിവരക്കേടും ചെയ്തു വെച്ചിട്ട് എല്ലാ തരത്തിലുള്ള കുത്തിത്തിരിപ്പും കുന്നായ്മയും കാണിച്ചു വെച്ചിട്ട് ഈ കോൺഗ്രസിന്റെയും മറ്റേ CPM തലയിലിട്ടിട്ട് എന്ത് കിട്ടാനാണ് എൻ്റെ ചാണകക്കുട്ട നിനക്ക്? എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യവും ചെയ്യാതെ ഇപ്പൊ നാളെ രാവിലെ ചെയ്യാൻ പോകുന്നുണ്ട്. നാളെ രാവിലെ വീട്ടിൽ ചെന്ന് അനുശോചനം ഇവരുടെ പരിപാടി ഇതാണ്. ഒരു പണിയും ചെയ്യില്ല. ഈ നാട്ടിലൊരു ഗുണം ഉണ്ടാകില്ല. അവിടെ ചെന്ന് ഫോട്ടോ എടുത്ത് കൊടുക്കുക. ഇവിടെ ധ്രുവീകരണം ഉണ്ടാകും. ഏതെങ്കിലും തരത്തിൽ ആളുകൾ BJP പഠിക്കുന്ന കാണുമ്പോൾ നല്ല ഒന്നാം നമ്പർ വാളമാണ് ഈ പറയുന്നത്. ഈ പറഞ്ഞ കോൺഗ്രസിന്റെ പ്രതിനിധികളും ബാക്കിയുള്ള ആൾക്കാരും ഒക്കെ ഈ പറഞ്ഞ വീട്ടിൽ വിളിക്കുകയും സംസാരിക്കുകയും ബാക്കി കാര്യങ്ങളെ പാർലമെന്റിൽ വരെ ഇത് എത്തിച്ചു. നീയൊക്കെ ഇവിടെ എപ്പോഴും BJPന്റെ ഓഫീസിൽ കുത്തിയിരുന്നിട്ട് മെഴുകി വെളുപ്പിച്ചുകൊണ്ടിരുന്നു. ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് ചെയ്യിക്കുന്നത് നീയേ ചാപ്പ, അല്ലെങ്കിൽ ചെയ്തത് നീയേ ചാപ്പ എന്ന് പറഞ്ഞ പോലെ എല്ലാ കുത്തിത്തിരിപ്പും എല്ലാ പരിപാടികളും ചെയ്ത് വെച്ച് വർഗീയത മൊത്തം വിളമ്പി കോരി തൂറി ജീവിക്കും. എന്തൊരു കഷ്ടമാണോ നിന്റെ കാര്യം? ഈ നാട്ടിലെ ആൾക്കാർക്ക് മനസ്സിലായടോ? ഇവിടുത്തെ ഫാദർമാർക്കും അല്ലെങ്കിൽ ക്രൈസ്തവ സഭകൾക്കും ബാക്കിയുള്ള എല്ലാവർക്കും കാര്യം മനസ്സിലായി. എന്നിട്ടും ഇങ്ങനെ വന്ന് മെഴുകാനുള്ളൊരു കഴിവ് അത് നിന്റെ അപ്പൻ്റെ അടുത്ത് കിട്ടുക. അത് നീ അപ്പൻ്റെ മോൻ തന്നെ. രണ്ടും ഒരേ പബ്ലിക് ക്ലോസറ്റിൻ്റെ സ്റ്റാൻഡേർഡ് കാണിക്കുന്നുണ്ട് എല്ലാ കാര്യത്തിലും. അടിപൊളി.